ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നത്. നമ്മൾ ടീസർ റിയാക്ട് ചെയ്തിരുന്നു. സോ നമ്മുടെ GVM ആദ്യമായി മലയാളത്തിൽ ചെയ്യുന്ന സിനിമ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് ഇതിറങ്ങും. അതെ, ഇതിറങ്ങും, ഉറപ്പായിട്ടും ഇറങ്ങും. സോ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടോ? ട്രെയിലർ കേട്ടാ ബസൂക്ക ഇത് കഴിഞ്ഞിട്ടാണോ? ബസൂക്ക ഇത് കഴിഞ്ഞാൽ ബസൂക്ക ആക്ച്വലി കുറച്ച് ഭയങ്കര ഡിലേ ആയി. ഡിസംബറിൽ ഇറങ്ങും അല്ലേ? എന്തോ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഡേറ്റ് ഒന്നൊക്കെ ഒരു മാറ്റി ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇതായിരിക്കും ഉടനെ റിലീസ് ആവുന്നത്. സോ നമുക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിന്റെ ട്രെയിലർ നോക്കാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. ഡിറ്റക്റ്റീവ് ഏജൻസി അല്ല, ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ്. ഈ നടി ഏതായിരുന്നു? എനിക്കറിയത്തില്ല, എവിടെ കണ്ടുണ്ടല്ലേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോക്ക് ചെയ്താലായിരിക്കും. മറ്റേ സൈറ്റ് അടിക്കുന്ന സ്റ്റാറിനെ പോലെ ഉണ്ടല്ലേ, ചെറിയ ചായ. പ്രിയവര് എല്ലാത്തിനും പിടിച്ചു മാറ്റി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടിയില്ല. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ സർവീസിലായിരുന്നപ്പോൾ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഞാൻ അറിയത്തില്ല. Now I'm sure that I'm right track. I need those papers. ഇനി മറ്റുള്ളവരാണ് അതാ തിയേറ്ററിൽ എന്ന് പറയുന്ന സബ്ടൈറ്റിലാണ്. അത് ഓൾറെഡി ഈ സിനിമയെ പറ്റിയും കൂടെ ചെയ്യുന്നതായിരിക്കും. 23-ാം തീയതി സബ്ടൈറ്റിൽ തെറ്റായിരുന്നല്ലോ. തുമ്പ് കിട്ടിയ തുമ്പ് വരെ പോവും. ഇത് കുറച്ചൊരു കൊച്ചു പടം പോലെ, ചെറിയ പടം പോലെ. പക്ഷെ എൻ്റെ ട്രെയിലറിന്റെ കട്ട് എന്തോ ഒരു സൂക്കർ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫ്ലോ ഇല്ലാത്തൊരു കട്ടായിരുന്നു ഇത്. ട്രെയിലർ എൻ്റെ കട്ടിനൊരു ഒരു ഒഴുക്കില്ല. പക്ഷെ എനിക്ക് ത്രൂട്ട് മമ്മൂക്കയുടെ ക്യാരക്ടർ രസമുണ്ട്. പുള്ളി കുറേ നാളായിട്ട് ചെയ്യാത്ത ടൈപ്പ് ഒരു ചുമ്മാ ഹാവിങ് ഫൺ കൈൻഡ് ഓഫ് റോള്. അതായത് ഇതിപ്പോ കണ്ടോ, വളരെ പടത്തില് ഈ ആക്ടേഴ്സ് ആണെങ്കിലും പടത്തിന്റെ സ്കെയിലൊക്കെ ഭയങ്കര ചെറുതാണ്. അതൊരു കൊച്ചു, വളരെ അങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന അന്വേഷണമല്ല. അല്ലല്ല, അങ്ങനെയാണ് രസകരമായ അന്വേഷണം പോലെ. രസകരമായ അന്വേഷണം പുള്ളിയുടെ ക്യാരക്ടറിന് അവസാനം. പക്ഷെ പടം കുറച്ച് സീരിയസ് ആവും ഏതായാലും പോയി. അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ മാത്രമേ ത്രൂ ഔട്ട് ആ ഒരു ഫൺ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. അമ്മൂക്കയെ ഉറ്റുനോക്കുന്നൊരു അതറിയത്തില്ല. ഇടയ്ക്ക് വെച്ചാണേലും പുള്ളിയുടെ ഫേസിൽ ഒരു ഇച്ചിരി ഫണ്ണുണ്ട്. അമ്മൂക്ക ഇടയ്ക്ക് വെച്ച് കുറച്ച് സീരിയസ് ആവും. അതെ, ആക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഫസ്റ്റ് ടീസറിനകത്ത് ഈ ആക്ഷൻ പറയത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പം മറ്റേ ഈ ആവേശത്തിലെ പോലെ. പക്ഷെ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയില്ല എങ്ങനെ ആയിരിക്കും അത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അന്ന് അത് കണ്ടപ്പോൾ ഒരു കുറച്ച് രസം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനത്തെ ഒരു ഡിറ്റക്റ്റീവിനെ പറ്റി കാണാൻ രസം ഉണ്ടായിരുന്നു. ഇപ്പം ഇതിൽ കുറച്ചുകൂടെ ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് വെച്ചിട്ടുണ്ട്. സോ അത് ഒരുപക്ഷെ ഇനി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാൻസിനുള്ള ഫാൻസ് ഫേവർ സാധനമാണെന്ന് അറിയത്തില്ല. പിന്നെ പുറത്തുനിന്നൊരു ഇപ്പം തമിഴിൽ നിന്നൊരു ഡയറക്ടർ വന്ന് ഡയറക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പുതുമ ത്രൂ ഔട്ട് പടത്തിലുണ്ടാവാം. തമിഴിൽ നിന്ന് അത് ഗൗതം മേനോനാണ് ആ ഡയറക്ടർ. അല്ല, നമ്മൾ പുള്ളിയാണെങ്കിലും മാറി ചെയ്യുകയാണല്ലോ. പുള്ളിയുടെ ജോണറിൽ പുള്ളി ഇതുവരെ കൈവയ്ക്കാത്ത പുള്ളി കുറച്ചധികം മലയാള സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒരു മിക്സ്ഡ് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല. പുള്ളി കോമഡി കൈകാര്യം ചെയ്തിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ പടങ്ങളിലൊന്നും അങ്ങനെ അത്ര നല്ല ഹ്യൂമറൊന്നും എവിടെയും പുള്ളി യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടെ മെയിൻ എലമെന്റ് ആയിട്ടുള്ള പ്രണയം ഇല്ലെന്ന് തോന്നുന്നു ഇതിനകത്ത്. അതെ, ഉണ്ടാവുക അറിയില്ല. പക്ഷെ അത് മിസ്സിംഗ് ആണ്. പുള്ളിയുടെ നായകന്മാര് അത് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ നായകന്മാര് കറക്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് നായക എടുത്ത് ഹൈ ഐ ലവ് യു, ശ്രീനിവാസൻ ഞാൻ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യുന്ന ആ സാധനമാണ്. പക്ഷെ അത് ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു ആ ഒരു എലമെന്റ്. പിന്നെ പുള്ളിയുടെ പടത്തിൽ ഇല്ലാത്തൊരു സംഭവം വോയിസ് ഓവർ. ഇത് സിനിമ കാണുമ്പോൾ അറിയാം ഈ പടത്തിൽ വോയിസ് ഓവർ ഉണ്ടാവോ ഇല്ലയോ. എന്തായാലും പുതിയ പ്രോമിസിംഗ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഉള്ള ഒരു പടമാണ്. ഒരു ഫൺ അതെ, ഫൺ പടമായിരിക്കും. അത് അങ്ങനെ തന്നെ പോയാൽ നല്ലതായിരിക്കും. അടുത്തിടെ ഇറങ്ങാത്ത ടൈപ്പ് ഒരു ജോണർ. അതെ, മലയാളത്തിൽ ഇപ്പം ഒരു കുറച്ചധികം ഇതായിട്ട് പടങ്ങളുടെ ഈ ജോണറിലാണെങ്കിലും പുതിയ സെറ്റിങ്ങിലൊക്കെ കുറച്ച് എല്ലാം വരുന്ന ഒരു സമയമാണ്. ഫഹദ് ഒരു വർഷം മുമ്പ് പറഞ്ഞായിരുന്നു, ഇപ്പം മലയാളത്തിൽ എന്ത് വേണേൽ ട്രൈ ചെയ്യാം. അതിപ്പോൾ പുറത്ത് നോർത്തിലാണെങ്കിലും അവിടെ ഇതേ സാധനത്തിൽ ഒരു പടം ഇറങ്ങുന്നതിനേക്കാൾ അത് മലയാളത്തിൽ നിന്ന് വന്നാൽ അവർ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കൂടുതലാണ് എന്ന് പറയുന്ന പോലെയാണ്. കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പം അതുപോലെ തന്നെ കുറേ പടങ്ങൾ വരുന്നുണ്ട്.